ഹായ് മക്കളെ, വെൽക്കം ബാക്ക് ടു സൈലം ലേണി. ഇറ്റ്സ് മീ ഷാഹിദ് റംസാൻ. വളരെ പ്രധാനപ്പെട്ട ഒരു വീഡിയോയിലേക്കാണ് ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നത്. ഏകദേശം 4 ചാപ്റ്ററിലെ പ്രധാനപ്പെട്ട 10ഓളം ചോദ്യങ്ങളാണ് ഈ ഒരൊറ്റ വീഡിയോ ഡിസ്കസ് ചെയ്യുന്നത്. അതുകൊണ്ട് ഒരു കാരണവശാലും നിങ്ങളത് മിസ്സാക്കരുത്. മാക്സിമം +1 നിങ്ങൾക്ക് ഉണ്ടാകുന്ന അത്രയും നിങ്ങൾ മാർക്ക് വാങ്ങണം. ഇപ്പോൾ നോമ്പൊക്കെ നോറ്റി പഠിക്കുന്ന കുട്ടികളാണ് നിങ്ങളൊക്കെ. പല ആളുകളും ഇനി അല്ലാതെയും ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്ത് പഠിക്കുന്ന കുട്ടികളുണ്ട്. നോമ്പ് എടുത്ത കുട്ടികൾ മാത്രമല്ല സ്ട്രഗിൾ ചെയ്യുന്നത്, എല്ലാ കുട്ടികളും ഒരേ രീതിയിൽ പഠിക്കുന്ന കുട്ടികളാണ്. അപ്പോൾ അത്ര അധികം കഷ്ടപ്പാടിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് +1ന്റെ ആൻസർ ഷീറ്റിൽ കിട്ടട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ നേരെ ടോപ്പിക്കിലേക്ക് അടുക്കുകയാണ്. ട്രിഗണോമെട്രിയിൽ അത്യാവശ്യം ടഫായിട്ട് വരുന്ന ഒരു ടോപ്പിക് എന്ന് പറയുന്ന ടോപ്പിക്കാണ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്നത്. ഈ രീതിയിലൊരു ചോദ്യം നിങ്ങൾക്ക് 2 മാർക്കിനോ 3 മാർക്കിനോ പ്രതീക്ഷിക്കാം. അപ്പൊ ആദ്യം നിങ്ങളോട് ഞാൻ പറയുന്നത്, ഈ രീതിയിലൊരു ചോദ്യം വന്നാൽ ഒന്നും നോക്കണ്ട, ഈ കാണുന്ന വാല്യൂ ഒന്നെങ്കിൽ നിങ്ങൾക്ക് കാൽക്കുലേറ്റർ വെച്ചുകൊണ്ട് ആൻസർ ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് എത്ര കിട്ടും? അല്ലെങ്കിൽ സാധാ പോലെ പൈതഗോറസ് ട്രയാങ്കിൾ വെച്ചുകൊണ്ട് നിങ്ങൾക്ക് ആൻസർ ചെയ്യാം. 1/2 ആണ്. സീക്ക് π/3 എന്ന് പറയുന്നതും കോസ് π/3ന്റെ റെസിപ്രോക്കൽ എന്ന് പറഞ്ഞ സെയിം ആണ്. അപ്പൊ കോസ് π/3 എന്നാൽ കോസ് 60 ആണ്. കോസ് 60 എന്നാൽ 1/3 ആണ്. 1/2 ആണ്. കോസ് 60 എത്രയാണ്? 1/2 ആണ്. അപ്പൊ സീക്ക് π/3 എന്നാൽ 2/1 2 ആണ്. മൈനസ് 4 ഇൻറ്റു സൈൻ π/6 നമുക്കറിയില്ല. ടാൻ π/4 എന്ന് പറഞ്ഞാൽ 1 ആണ്. സോ കോട്ട് π/4 എന്നാലും 1 ആണ്. ഈക്വൽ ടു, അപ്പൊ ഈ കാണുന്ന വാല്യൂ എത്ര എന്നാണ് നമുക്ക് അറിയേണ്ടത്. ഒരു സിമ്പിൾ ട്രിക്ക് വേണമെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. ഇതുപോലെ പ്രൂവ് ചെയ്യാനാണ് ചോദിച്ചതെങ്കിൽ ഈ കാണുന്ന ടേമിനെ നിങ്ങൾ എക്സ് എന്ന് വിളിക്കുക. വെറുതെ ഒരു സിമ്പിൾ ട്രിക്കാണ് ഞാൻ പറയുന്നത്, അറിയാത്ത ആളുകൾക്ക്. ഓക്കെ, അപ്പൊ നമുക്ക് മനസ്സിലായി 4x എന്ന് കിട്ടും. 4 ഇൻറ്റു എക്സ്. അപ്പൊ നിങ്ങൾക്ക് എക്സ് സോൾവ് ചെയ്താൽ എന്ത് കിട്ടും? ഡയറക്റ്റ് ആയിട്ട് ഈ കാണുന്ന വാല്യൂ കിട്ടും. അത് നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് പേപ്പറിൽ കാണിച്ചു കൊടുക്കുക. സിമ്പിൾ ട്രിക്കാണ്, പക്ഷെ അത് നിങ്ങൾ യൂസ് ചെയ്യേണ്ട നിങ്ങൾക്ക് സാധാരണ രീതി ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അപ്പൊ ഈ കാണുന്ന സൈൻ 5π/6 എങ്ങനെ കാണാം മക്കളെ ശ്രദ്ധിച്ചോളൂ. അതിന് വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ. സൈൻ 5π/6 ഇങ്ങനത്തെ ഏത് ക്വസ്റ്റ്യൻ വന്നാലും 5നോട് ഏറ്റവും അടുത്തുള്ള 6ന്റെ മൾട്ടിപ്പിൾ നോക്കാം. 5നോട് ഏറ്റവും അടുത്തുള്ള 6ന്റെ മൾട്ടിപ്പിൾ അത് 5 തന്നെയാണ്. 6 തന്നെയാണ്. സോ സൈൻ ഓഫ് 6π - π/6 എന്ന് എഴുതാം. ഓക്കെ, 5നോട് ഏറ്റവും അടുത്തുള്ള 6ന്റെ മൾട്ടിപ്പിൾ 6 ആണ്. സോ സൈൻ 6π/6 എന്നാൽ സൈൻ π ആണ്. സോ π - π/6. ഇത് നിങ്ങൾക്കറിയാം, π ആണെങ്കിൽ നോ ചേഞ്ച് ആണ്, ഉത്തരം സൈന് വരും. സൈൻ π മൈനസ് എന്ന് പറയുമ്പോൾ അത് ഏത് ക്വാഡ്രന്റ് ആണ്? π മൈനസ് എന്ന് പറയുമ്പോൾ ക്ലോക്ക് വൈസ്, ദാറ്റ് ഈസ് സെക്കൻഡ് ക്വാഡ്രന്റ്, അവിടെ പോസിറ്റീവ് ആണ്. സൈൻ π/6 ദാറ്റ് ഈസ് 1/2. സോ അത് നമുക്ക് നേരെ ഇവിടെ കൊടുക്കാം 1/2. അപ്പോൾ ഇതിന്റെ ആൻസർ ആയി ഏതൊക്കെ വെട്ടിപ്പോയി? 2 2 വെട്ടിപ്പോയി, 4 2 വെട്ടിപ്പോയി 2 കിട്ടും. സോ 3 - 2 = 1. പ്രൂവ് ആയി. ഓക്കെ, അപ്പോൾ ഈ കാണുന്ന ക്വസ്റ്റ്യൻ ഇത്രേ ഉള്ളൂ. വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും. ഞാൻ നേരെ അടുത്തൊരു ചോദ്യത്തിലേക്ക് അടുക്കുകയാണ്. മക്കൾ, അടുത്തൊരു ചോദ്യം പറഞ്ഞാൽ ഇതുപോലെ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും. അത്യാവശ്യം ടഫായിട്ട് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അതിലേക്ക് അടുക്കുന്നതിന് മുമ്പേ ഞാൻ ഈ ക്വസ്റ്റ്യൻ ചെയ്തിട്ട് അതിലേക്ക് അടുക്കാം. മക്കളെ ശ്രദ്ധിച്ചോളൂ. ഈ രീതിയിൽ മുകളിലും താഴെയുമായിട്ട് നിങ്ങൾക്ക് ഒരു ചോദ്യം പ്രതീക്ഷിക്കാം. അതായത് sin x + sin y, sin x - sin y, cos x + cos y, cos x - cos y. ഇവിടെ നിങ്ങൾ നോക്കുക, ഇവിടെ 1x ആണ്, ഇവിടെ 3x ആണ്. അപ്പൊ നിങ്ങൾക്ക് ഏറ്റവും നല്ലത് 3xന് ആദ്യം എന്നാണ് നല്ലത്. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ടോട്ടലായിട്ട് മൈനസിന് ഇവിടുന്ന് പുറത്തെടുക്കാം. എങ്ങനെ ചെയ്യാൻ? ഇനി അല്ലാതെ ചെയ്ത് വെച്ചാൽ കുഴപ്പമൊന്നുമില്ല. സോ ഞാൻ ഈ സെയിം ക്വസ്റ്റ്യൻ ഞാൻ എന്താക്കാണ്? sin 3x - sin x എന്ന് എഴുതി, എന്നിട്ട് ബ്രാക്കറ്റിൽ മൈനസ് പുറത്തെടുത്തു. ഡിവൈഡ് ബൈ sin² x - cos² x. നിങ്ങൾക്ക് അറിയാവുന്ന ഓർമ്മയില്ല, cos² x - sin² x എന്നാൽ 1 ആണ്. cos² x - sin² x എന്താണ്? 1 ആണ്. അപ്പൊ ഇവിടെ ഞാൻ മൈനസ് പുറത്തെടുത്താൽ എന്ത് കിട്ടും? ഇതിനെനിക്ക് cos² x - sin² x എന്ന് എഴുതാം. ഓക്കെ, ഈ ഇക്വേഷൻ ഇമ്പോർട്ടൻ്റ്. അതുകൊണ്ടാണ് ഞാൻ A+ ലെവലായിട്ട് ഈ ടോപ്പിക് ഡിസ്കസ് ചെയ്യുന്നത്. ഇതല്ലാത്ത ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ട്, സാധാ ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ ലൈവിലൊക്കെ കണ്ടിട്ടുണ്ടാവും, പരിചയപ്പെട്ടിട്ടുണ്ടാവും. അപ്പോൾ കുറച്ചൊരു ടഫുള്ള ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് ഇതിൽ ഉൾപ്പെടുത്തിയെന്നുള്ളൂ. അപ്പോൾ മക്കളെ, നമുക്ക് ഇതിൽ ഡയറക്റ്റ് ആയിട്ട് മൈനസും വെട്ടിപ്പോയി. ഇത് എന്ന് പറയുന്നത് sin x - sin y ആണ്. sin x - sin y ആണെങ്കിൽ എന്താ ഇക്വേഷൻ? 2 cos x + y/2. 3 1 4, 4ന്റെ പകുതി 2. 2 cos 2x ഇൻറ്റു sin x - y/2. 3 1 2, 2ന്റെ പകുതി x ഡിവൈഡ് ബൈ cos² x - sin² x ആണ്. എന്താ? ദാറ്റ് ഈസ് cos 2x ആണ്. cos 2x. അപ്പോൾ ഏതൊക്കെ വെട്ടിപ്പോയി? cos 2x വെട്ടിപ്പോയി. സോ ഫൈനൽ ആൻസർ 2 sin x. സിമ്പിൾ. ഓക്കെ, അപ്പോൾ ഈ മോഡൽ ചോദ്യം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. cos 2x ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് sin 2x ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ പ്രതീക്ഷിക്കാം. എന്നാൽ ഇതേ ടോപ്പിക് തന്നെ കുറച്ചുകൂടി ലെവൽ കൂടിയ ഒരു ക്വസ്റ്റ്യൻ ആയത്. മക്കളെ, ഇതുപോലെ 3 എണ്ണം വന്നാൽ നിങ്ങൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ആഡ് ചെയ്യുന്ന സമയത്ത് ഈവൻ നമ്പർ കിട്ടുന്നതിനെ പെയർ ആക്കി മാറ്റാം. അപ്പോൾ ഈ കാണുന്ന ക്വസ്റ്റ്യൻ കുറച്ച് അധികം ടഫ് ഉള്ളതാണ്, അതുകൊണ്ട് ശ്രദ്ധിക്കാം. sin 5x + sin x ഇങ്ങനെ ഇതാ, -2 sin 3x. അപ്പോൾ ഈ കാണുന്നത് എന്തായാലും നമുക്ക് പുറത്തെടുക്കാണ്ടാവും ഇങ്ങനെ ചെയ്യുന്ന സമയത്ത്. ഡിവൈഡ് ബൈ cos 5x. വേണമെങ്കിൽ ഇതിനെ നമുക്ക് ഇപ്പം തന്നെ എഴുതാം. cos x - cos y എന്നാണ്. വാട്ട് ഈസ് cos x - cos y? ദാറ്റ് ഈസ് -2 sin x + y/2. 5 1 6 6 13 sin x - y/2. ഓക്കെ, ഇങ്ങനെ എഴുതാൻ പറ്റും സ്റ്റാർട്ടിങ് തന്നെ.
മക്കളെ ശ്രദ്ധിച്ചോളൂ, ഈ കാണുന്ന ടോപ്പിക്കിൽ നമുക്ക് എന്തെടുക്കാം, സൈൻ എക്സ് പ്ലസ് സൈൻ വൈ അതുകൊണ്ട് ദാറ്റ് ഈസ് 2 സൈൻ എക്സ് പ്ലസ് വൈ ബൈ 2 5 1 6 6 13 എക്സ് ഇൻറ്റു കോസ് എക്സ് മൈനസ് വൈ 5 1 കുറച്ചാൽ 4 4 12 എക്സ് മൈനസ് 2 സൈൻ 3 എക്സ്. അപ്പൊ നോക്കിയാൽ മക്കളെ, ഈ കാണുന്ന ചോദ്യത്തിൽ നിങ്ങൾക്ക് ഏതൊക്കെ പുറത്തെടുക്കാൻ പറ്റും? ഇവിടെ 2 സൈൻ 3 എക്സ് ഉണ്ട്, ഇവിടെ 2 സൈൻ 3 എക്സ് ഉണ്ട്. ആ പുറത്തെടുത്ത ടേമിനെ നമുക്ക് എപ്പോഴും എന്താക്കാൻ പറ്റും, ഇതുപോലെ കോമൺ ആയിട്ട് പുറത്തെടുക്കാൻ പറ്റും. സോ ഇവിടെ നമുക്ക് എന്തുണ്ട്, മൈനസ് 2 സൈൻ 3 എക്സ് ഇൻറ്റു സൈൻ 2 എക്സ്. ചേഞ്ച് ഒന്നും വരത്തില്ല. അപ്പൊ ആ കാണുന്ന ടേമിനെ ഞാൻ പുറത്തെടുത്താൽ എന്താണ് സംഭവിക്കുക, 2 സൈൻ 3 എക്സിനെ പുറത്തെടുത്താൽ 2 സൈൻ 3 എക്സ് ഇൻറ്റു കോസ് 2 എക്സ് മൈനസ് 1 കിട്ടും. കോസ് 2 എക്സ് മൈനസ് 1 കോസ് 2 എക്സ് മൈനസ് 1 ഡിവൈഡഡ് ബൈ മൈനസ് 2 സൈൻ 3 എക്സ് ഇൻറ്റു സൈൻ 2 എക്സ്. അപ്പൊ നമുക്ക് ഏതൊക്കെ വെട്ടിപ്പോയി, 2 സൈൻ 3 എക്സും 2 സൈൻ 3 എക്സും വെട്ടിപ്പോയി. ഈ കാണുന്ന മൈനസ് നമുക്ക് ഇങ്ങോട്ട് വെട്ടാൻ എന്തായി, അത് 1 മൈനസ് കോസ് 2 എക്സ് ആണ് ഡിവൈഡഡ് ബൈ സൈൻ 2 എക്സ്. മക്കളെ വാട്ട് ഈസ് കോസ് 2 എക്സ് അല്ലെങ്കിൽ 1 മൈനസ് കോസ് 2 എക്സ് എന്താണെന്ന് അറിയാൻ പറ്റുമോ? 1 മൈനസ് കോസ് 2 എക്സ് അതിന് സിമ്പിൾ ആണെങ്കിൽ പറഞ്ഞാൽ 1 എന്ന് പറഞ്ഞാൽ കോസ് സ്ക്വയർ എക്സ് പ്ലസ് സൈൻ സ്ക്വയർ എക്സ് മൈനസ് കോസ് 2 എക്സ് നമ്മൾ നേരത്തെ പറഞ്ഞു കോസ് സ്ക്വയർ എക്സ് മൈനസ് സൈൻ സ്ക്വയർ എക്സ്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഏതൊക്കെ പ്ലസ് കോസ് സ്ക്വയർ എക്സ് മൈനസ് കോസ് സ്ക്വയർ എക്സ് വെട്ടിപ്പോ സൈൻ സ്ക്വയർ എക്സ് മൈനസ് സ്ക്വയർ സൈൻ സ്ക്വയർ എക്സ് ദാറ്റ് ഈസ് 2 സൈൻ സ്ക്വയർ എക്സ് വരും. 2 സൈൻ സ്ക്വയർ എക്സ് ദാറ്റ് ഈസ് 2 സൈൻ സ്ക്വയർ എക്സ് ഡിവൈഡഡ് ബൈ സൈൻ 2 എക്സ് ആണ് 2 സൈൻ എക്സ് ഇൻറ്റു കോസ് എക്സ് ആ 2 സൈൻ എക്സ് ഇൻറ്റു കോസ് എക്സ്. അപ്പൊ സൈൻ 2 എക്സും കോസ് 2 എക്സും ആയിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. അപ്പൊ നിങ്ങൾക്ക് എന്ത് കിട്ടും, ഈ 2 2 വെട്ടിപ്പോയാൽ സൈൻ സ്ക്വയർ ഇതും വിട്ടു സൈൻ എക്സ് ബൈ കോസ് എക്സ് ഈക്വൽ ടു ടാൻ എക്സ്. ഇതാണ് ഇതിന്റെ ആൻസർ, സൈൻ എക്സ് ബൈ കോസ് എക്സ് ഈക്വൽ ടു ടാൻ എക്സ്. അപ്പൊ അത്യാവശ്യം ടഫുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് വെച്ചാൽ സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻ ആണ്, നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ് ടഫായി വരികയാണെങ്കിൽ. അപ്പൊ ആ കാണുന്ന ചോദ്യമാണ് ഞാൻ വിചാരിച്ചത്. ഇതേപോലെ ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ ചെയ്യാൻ പറ്റുന്നത് കുറച്ചുകൂടി സിമ്പിളാണ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, 4ഉം 2 ഒരുമിച്ചെടുക്കുക, സൈൻ 4ഉം 2 ഒരുമിച്ചെടുക്കുക. അപ്പൊ ഇത് രണ്ടും ഇതിൽ പുറത്തെടുക്കാനുണ്ടാവും. ആ പുറത്തെടുത്തതിന് ശേഷം നിങ്ങൾക്ക് കട്ട് ചെയ്ത് പോയി ഈസി ആയിട്ട് ആൻസർ കിട്ടും. അപ്പൊ ഈ കാണുന്ന ക്വസ്റ്റ്യൻ കമ്പാരിറ്റീവ്ലി സിമ്പിൾ ആണ്, നിങ്ങൾ ചെയ്ത് നോക്കുക. ഓക്കെ, ലെവലിലേക്ക് വരാം. അപ്പോൾ ഞാൻ അടുത്തൊരു ചാപ്റ്ററിലേക്ക് കിടക്കാണ്. അടുത്ത ചാപ്റ്ററിൽ എന്തായാലും നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട 2 ചോദ്യങ്ങളാണ് ഈ കാണുന്ന ചോദ്യങ്ങൾ എന്ന് പറയുന്നത്. അതായത് വവൽസ് ഒക്കർ ടുഗദറും വവൽസ് ഡു നോട്ട് ഒക്കർ ടുഗദറും. പ്രിയപ്പെട്ട മക്കളെ, ഇതുപോലെ ഏത് ചോദ്യം വന്നാലും, ഒരു സെന്റൻസ് തന്നുകൊണ്ട് ചോദ്യം വന്നാൽ നിങ്ങൾ ചെയ്യേണ്ടത് ആദ്യം ആ സെന്റൻസുകൾ ഓരോന്നും എത്ര ലെറ്റേഴ്സ് ഉണ്ടെന്ന് എഴുതിയെടുക്കുക. ഐ എത്ര ഉണ്ട്, 1. എൻ എത്ര ഉണ്ട്, 1 2 3. ഡി എത്ര ഉണ്ട്, 1 2. ഇ എത്ര ഉണ്ട്, 4 1 2 3 4. സി എത്ര ഉണ്ട്, 1. ഇവ ഏകദേശം എത്രയായി, 1 4 5 2 7 3 10 11. എണ്ണി നോക്കാം, 1 2 3 4 5 6 7 8 9 10 11 12 ഉണ്ട്. അപ്പൊ ഏതോ ഒരു അക്ഷരം വിട്ടുണ്ട്, പി 1. ഓക്കെ, അപ്പൊ ആദ്യത്തെ സ്റ്റെപ്പ് അതാണ്. ഇതുപോലെ ലെറ്റർ വന്നാൽ ആദ്യത്തെ ചോദ്യം എന്താ, ഡു ദ വേർഡ്സ് സ്റ്റാർട്ട് വിത്ത് പി. പിയിൽ സ്റ്റാർട്ട് ചെയ്യുന്ന എത്ര വേർഡ്സ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും, പിയിൽ സ്റ്റാർട്ട് ചെയ്യുന്ന എത്ര വേർഡ്സ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക വെച്ചാൽ ഇതുപോലെ ടേബിൾ വരച്ചിട്ട് അവിടെ പി എഴുതുക. അപ്പൊ പിയിൽ സ്റ്റാർട്ട് ചെയ്യുന്ന അവിടേക്ക് ഒരു അറേഞ്ച്മെന്റ് പോസിബിൾ അല്ല, അവിടേക്ക് ഒരു ലെറ്റർ നമുക്ക് ഇനി എടുക്കാൻ പറ്റില്ല. അപ്പൊ നമുക്ക് ആകെ അറേഞ്ച്മെന്റ് പോസിബിൾ ആയിട്ടുള്ള ബാക്കി 11 സ്ഥലത്താണ്. അപ്പോൾ 11 ഫാക്ടോറിയൽ ഡിവൈഡ് ബൈ അതിൽ ഏതൊക്കെ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്, 3 2 4 ബാക്കിയൊക്കെ 1. സോ 2 ഫാക്ടോറിയൽ ഉണ്ട്, 3 ഫാക്ടോറിയൽ, 4 ഫാക്ടോറിയൽ. ഇതാണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ ആൻസർ. ഇത് കാൽക്കുലേറ്റർ വെച്ചുകൊണ്ട് നിങ്ങൾക്ക് ആൻസർ കണ്ടുപിടിക്കാം. രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് കിടക്കുന്നു, ഡു ഓൾ ദ വവൽസ് ഓൾവേസ് ഒക്കർ ടുഗദർ. വളരെ ഇമ്പോർട്ടൻ്റ് ഒരു ക്വസ്റ്റ്യൻ ആണ് മക്കളെ. ഏത് ചോദ്യമാണെങ്കിലും വവൽസ് ഒക്കർ ടുഗദർ എന്നാൽ ഞാൻ ഈ പറഞ്ഞ ട്രിക്ക് ഒന്ന് ആലോചിച്ച് നോക്കാം. വവൽസ് ഒക്കർ ടുഗദർ. അപ്പൊ നിങ്ങൾ ആദ്യം ഒരു ബോക്സ് വരക്കാം, അതിൻ്റെ ഉള്ളിൽ ഏതൊക്കെ വവൽസ് ഉണ്ട് നോക്കാം. എ ഇ ഐ ഒ യു, ഈ 4 ഐ 1. വേറെ എന്തെങ്കിലും ഉണ്ടോ, എ അല്ല, ഇ ഉണ്ട്, ഐ ഉണ്ട്, ഒ യു ഇല്ല, യു ഇല്ല. ആ വവൽസ് എല്ലാം ഒരു ലെറ്റർ ആയിട്ട് ഇതിന്റെ ഉള്ളിൽ എഴുതാം. 4 ഇ ഉണ്ട്, 1 ഐ ഉണ്ട്. ഇതിനെ നിങ്ങൾ ഒരു ലെറ്റർ ആയിട്ട് കൺസിഡർ ചെയ്യാം. നമുക്കറിയാം ടോട്ടൽ 12 ലെറ്റേഴ്സ് ഉണ്ട് അല്ലേ. ടോട്ടൽ എത്ര ലെറ്റേഴ്സ് ഉണ്ട്, 12 ലെറ്റേഴ്സ് ഉണ്ട്. അതിൽ ഈ 5 എണ്ണത്തെ നമ്മൾ ഒരു ലെറ്റർ ആയിട്ട് കൺസിഡർ ചെയ്യുന്നു. 12 എണ്ണത്തിൽ 5 എണ്ണം ഒരു ലെറ്റർ. അപ്പൊ ബാക്കി 7 ലെറ്റർ ഇവിടെ ഉണ്ടാവും. മൊത്തം 12 ആണല്ലോ. അപ്പൊ 5 + 7 12. ഓക്കെ, ഐഡിയ ക്ലിയർ ആണല്ലോ. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, അപ്പൊ മൊത്തം നമുക്ക് ഇനിയിപ്പോൾ ഉള്ളത് 8 ലെറ്ററിന് അറേഞ്ച് ചെയ്യാനുള്ളത്. ഇത് ഒരു ലെറ്റർ, ഇത് 7 ലെറ്റർ, കാരണം ഇത് ഒരുമിച്ചേ വരാൻ പാടുള്ളൂ. അപ്പൊ 8 ലെറ്റർ നമുക്ക് എത്ര തരത്തിൽ അറേഞ്ച് ചെയ്യാം, 8 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ ഇത് ഒരു ലെറ്ററാ, ഇതുപോലെ വേറെ ലെറ്റർ ഇല്ല. ഈ 7 എണ്ണത്തിൽ ഏതൊക്കെ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട് നോക്കാം, 2 3. അപ്പൊ 8 ഫാക്ടോറിയൽ ഡിവൈഡ് ബൈ 2 × 3 കഴിഞ്ഞിട്ടില്ല. നമ്മളോട് പറഞ്ഞത് എല്ലാ വവൽസും ഒരുമിച്ച് വരണമെന്നാ. ഈ 4 എണ്ണം വരണം, ഐ ഇങ്ങനെ വരണം ഒരു നിർബന്ധമില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇവിടെയും അറേഞ്ച്മെന്റ് പോസിബിൾ ആണ്. അപ്പൊ ഈ 5 എണ്ണത്തിൽ
5 നമുക്ക് എന്ത് ചെയ്യാം, ഇതേപോലെ അറേഞ്ച് ചെയ്യാം. ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ ഇതിൽ തന്നെ ഏതൊക്കെ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്, 4 എണ്ണം. അപ്പോൾ ആദ്യം ഐ വേണേ വരാം. അപ്പോൾ ഈ കാണുന്നതാണ് ഈ കാണുന്ന ക്വസ്റ്റ്യൻ ആൻസർ. ഇത് നിങ്ങൾ എത്രയാണോ കാൽക്കുലേറ്റ് ചെയ്തിട്ട് അത് നോക്കാം. അടുത്തൊരു ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഡു ദ വെർബ്സ് നെവർ ഒക്കർ ടുഗദർ. ചിലപ്പോൾ ഇത് മാത്രമേ പരീക്ഷ ചോദിക്കുള്ളൂ. അപ്പോൾ ഒക്കർ ടുഗദർ വരാൻ പാടില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, ടോട്ടൽ മൈനസ് ഒക്കർ ടുഗദർ. ടോട്ടൽ മൈനസ് ഒക്കർ ടുഗദർ. അപ്പോൾ ടോട്ടൽ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം മൊത്തം 12 എണ്ണം ഉണ്ട്. 12 എണ്ണമാണ് ടോട്ടൽ ഉള്ളത്. അതിൽ എത്ര റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്, 2, 3, 4. മൊത്തം 12 എണ്ണം ഉണ്ട്. അതിൽ 2, 3, 4 എന്താക്കുന്നത്, റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്നും വെർബ്സ് ഒക്കർ ടുഗദർ ആയിട്ടുള്ള നമ്മളിപ്പോൾ കണ്ടുപിടിച്ച ഉത്തരം സബ്സ്ട്രാക്ട് ചെയ്യുക. അപ്പോൾ കിട്ടുന്നത് എത്രയാണോ അതാണ് അതിൻ്റെ ആൻസർ. ഓക്കെ, ടെക്സ്റ്റ് ബുക്കിൽ ഇതിൻ്റെ ആൻസർ ഉണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ നോക്കാം. അതിലെ കാൽക്കുലേറ്റർ വെച്ച് ചെയ്താലും മതി. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരിക്കലും 12, 2, 3, 4 ഒന്നും വെട്ടരുത് കേട്ടോ. 3 × 4 12. ആ 12 ഈ 12 വെട്ടാം ചെയ്യരുത്. പിന്നെ അടുത്തൊരു ക്വസ്റ്റ്യൻ അതിൽ തന്നെ പെട്ടൊരു ക്വസ്റ്റ്യൻ ആണ് ഈ കാണുന്ന ക്വസ്റ്റ്യൻ. ഡു ദ വേർഡ്സ് ബിഗിൻ വിത്ത് ഐ ആൻഡ് എൻഡ് ഇൻ പി. ഐയിൽ സ്റ്റാർട്ട് ചെയ്യുക, എൻ പിയിൽ എൻഡ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇത് വളരെ സിമ്പിൾ ആണ്. മൊത്തം 10 എണ്ണം ഉണ്ടാവും. ഇത് രണ്ടും ക്ലോസ് ചെയ്യാൻ ബാക്കി 10 എണ്ണം. 10/2 × 3 × 4 ഫാക്ടോറിയൽ. ഓക്കെ, അത് നിങ്ങൾ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ലൈവിൽ നമ്മൾ ഇതൊക്കെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. എന്നാലും ഞാൻ പറഞ്ഞാണ് വളരെ ഇമ്പോർട്ടൻ്റ് ഒരു ക്വസ്റ്റ്യൻ. മക്കളെ അടുത്തൊരു ചോദ്യത്തിലേക്ക് ഞാൻ കിടക്കുകയാണ്. ഈ കാണുന്ന ക്വസ്റ്റ്യൻ കാർഡ് പ്രോബ്ലം. മക്കളെ അറിയാത്ത ആളുകളൊക്കെ നോട്ട് ചെയ്ത് വെച്ചോ. കാർഡ് പ്രോബ്ലം ഇമ്പോർട്ടൻ്റ് ആണ്, നോട്ട് ചെയ്ത് വെച്ചോ. അപ്പോൾ ഇത് ഈ കാണുന്ന പ്രോബ്ലം ചെയ്യണമെങ്കിൽ ആദ്യം നിങ്ങൾ ശ്രദ്ധിക്കാം. വാട്ട് ഈസ് ദ നമ്പർ ഓഫ് വേസ് ഓഫ് ചൂസിങ് 4 cards ഫ്രം എ പാക്ക് ഓഫ് 52 പ്ലേയിങ് കാർഡ്? അതിന്റെ ഉത്തരം ആദ്യം എഴുതി വെക്കാം. ജനറൽ ഉത്തരം 52 C4 ആണ്. 52 കാർഡിൽ നിന്നും 4 കാർഡുകൾ എത്ര തരത്തിൽ എടുക്കാം എന്നാണ് ഈ ക്വസ്റ്റ്യൻ. അപ്പോൾ അതിന്റെ ആൻസർ എന്താണ്, ദാറ്റ് ഈസ് 52 C4 ആണ്. എന്നാൽ ഞാൻ നേരെ എൻ്റെ ആദ്യത്തെ ചോദ്യത്തിലേക്ക് കിടക്കുന്നു. ആദ്യത്തെ ചോദ്യം എന്താണ് മക്കളെ, നന്നായിട്ട് ശ്രദ്ധിച്ച്. ഈ കാണുന്ന ഉത്തരം അറിയണമെങ്കിൽ നിങ്ങൾ അതിന്റെ സ്ട്രക്ചർ അറിയണം. മൊത്തം 52 കാർഡ് ഉണ്ട്. ഓക്കെ, അതിൽ 26 എണ്ണം ബ്ലാക്കാ, 26 എണ്ണം റെഡാ. ഓക്കെ, ഇത് ആദ്യം മനസ്സിലാക്കാം. ഇനി എല്ലാവരും ശ്രദ്ധിച്ചോ, ഈ ബ്ലാക്ക് തന്നെ 4 സ്യൂട്ടുകൾ ഉണ്ട്. സ്യൂട്ട് 1, സ്യൂട്ട് 2, സ്യൂട്ട് 3, സ്യൂട്ട് 4. 4 സ്യൂട്ടുകൾ. ഓരോ സ്യൂട്ടിലും 3 ഫേസ് കാർഡ് ഉണ്ട്. 3 ഫേസ് കാർഡ്, മുകളുള്ള കാർഡ്. അപ്പോൾ ടോട്ടൽ എത്ര ഫേസ് കാർഡാ, 12 ഫേസ് കാർഡാണ് ടോട്ടൽ. മൊത്തം 12 ഫേസ് കാർഡ്. ഓരോ എയ്സ് ഉണ്ട്, എയ്സ്. അപ്പോൾ മൊത്തം 4 എയ്സ്, അതായത് ഫേസ് അല്ലാത്ത കാർഡ്. ഇതാണ് ഇതിന്റെ സ്ട്രക്ചർ. അപ്പോൾ ഇത് വെച്ചുകൊണ്ട് ആൻസർ ചെയ്യാൻ പോണ്. 4 കാർഡും ഒരേ സ്യൂട്ട് നിന്നായിരിക്കണം. അപ്പോൾ ഒന്നാമത്തെ സ്യൂട്ട് S1 എനിക്ക് 4 കാർഡ് എടുക്കാം. S1 മൊത്തം 13 കാർഡാണുള്ളത്. 13, 13, 13, 13. 13 എടുത്ത് 4 എടുക്കാം. എന്നാൽ S2 എനിക്ക് വേണമെങ്കിൽ 13 എടുത്ത് 4 എടുക്കാം. S3 എടുക്കാം, S4 എടുക്കാം. ഇതൊക്കെ 4 കാർഡ് എടുക്കാമെന്ന ഓപ്ഷൻസ് ആണ്. എന്നാൽ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ മക്കളെ, 4 കാർഡും എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള 4 കാർഡും കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ യൂസ് ചെയ്യേണ്ട സിമ്പിൾ പ്ലസ് ആണ്. പ്ലസ്. അത് നിങ്ങൾക്ക് അടുത്ത ചോദ്യം മനസ്സിലാവും. 4 കാർഡും ഡിഫറെന്റ് സ്യൂട്ട് എന്ന് പറഞ്ഞാൽ ഒരു സ്യൂട്ടിൽ നിന്ന് 1 കാർഡ് എടുക്കാൻ പറ്റുള്ളൂ. ഒരു സ്യൂട്ടിൽ നിന്ന് 1, 4 എണ്ണാവുള്ളൂ മൊത്തം. ഓക്കെ, ഈ സ്യൂട്ടിൽ നിന്ന് 1, ഇതിൽ 1, അങ്ങനെയാണെങ്കിലേ 4 എണ്ണം മൊത്തം കിട്ടുള്ളൂ. നമ്മൾ നോക്കി, ഇതിപ്പോൾ 4 എണ്ണം ആയിട്ടില്ലല്ലോ. അപ്പോൾ ആയിട്ടില്ലെങ്കിൽ നിങ്ങൾ യൂസ് ചെയ്യേണ്ട സിമ്പിൾ ഇൻറ്റു ആണ്. ഓക്കെ, 4 എണ്ണം ഓൾറെഡി ആയി. നമ്മളോട് എടുക്കാൻ പറഞ്ഞാൽ 4 എണ്ണമാണ്. ആ 4 എണ്ണം ആയി കഴിഞ്ഞാൽ നിങ്ങൾ യൂസ് ചെയ്യുക, പ്ലസ് യൂസ് ചെയ്യുക. 4 എണ്ണം ആയില്ലെങ്കിൽ നിങ്ങൾ എന്ത് യൂസ് ചെയ്യുക, ഇൻറ്റു. അതാണ് ഐഡിയ. അടുത്ത ചോദ്യം നോക്കി, ആർ ഫേസ് കാർഡ്, മുഖമുള്ള കാർഡ്. അപ്പം മുഖമുള്ള കാർഡ് പറഞ്ഞാൽ നമുക്കറിയാം, മുഖം 3, മൊത്തം 12 മുഖമുള്ളൂ. അതിൽ 4 എണ്ണം. സോ 12 C4 ആണ് ആൻസർ വരിക. ഇതേ ചോദ്യം എന്ത് ചോദിക്കാമോ, വാട്ട് ഈസ് ദ പ്രോബിലിറ്റി ഓഫ് ഇറ്റ് ബീങ് എ ഫേസ് കാർഡ്? അപ്പോൾ എന്താ ചെയ്യേണ്ടേ, 12 C4 ഡിവൈഡ് ബൈ ടോട്ടൽ 52 C4 ആണ് പ്രോബിലിറ്റി എന്ന ചാപ്റ്റർ പ്രത്യേകത. ഈ പെർമ്യൂട്ടേഷൻ അറിയെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് പ്രോബിലിറ്റിയും പഠിക്കാം. 2 R റെഡ്, 2 R ബ്ലാക്ക്. അപ്പോൾ നമുക്കറിയാം 2 R റെഡ് എന്ന് പറഞ്ഞാൽ 26 റെഡേ വരാൻ പാടുള്ളൂ. 26 എണ്ണത്തിന് 2 റെഡ്, 26 എണ്ണത്തിന് 26 ബ്ലാക്കിന് 2 ബ്ലാക്ക്. മൊത്തം 4 എടുക്കണം. ഇപ്പൊ ഇത് 2 എണ്ണം ആയിട്ടുള്ളൂ. 2 എണ്ണം ആയിട്ടില്ലെങ്കിൽ ഇൻറ്റു ഇടണം. മനസ്സിലായോ? 2 എണ്ണം ആയിട്ടില്ലെങ്കിൽ നമ്മൾ എന്ത് ഇടണം, ഇൻറ്റു ഇടണം. കാർഡ്സ് ആർ ഓഫ് ദി സെയിം കളർ. അപ്പൊ നമുക്ക് 26 കാർഡിൽ നിന്ന് വേണമെങ്കിൽ 4 കാർഡും റെഡ് ആവാം, സെയിം കളർ ആവാം. 4 കാർഡ് വേണമെങ്കിൽ ബ്ലാക്ക് ആവാം. അങ്ങനെ 2 ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഇവിടെ എന്തായി, ഓൾറെഡി 4 ആയി കഴിഞ്ഞു. 4 ആയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇത് യൂസ് ചെയ്യണം, പ്ലസ് യൂസ് ചെയ്യണം അല്ലേ. 4 ആയി കഴിഞ്ഞാൽ പിന്നെ പ്ലസ്, 4 ആയില്ലെങ്കിൽ ഇൻറ്റു. അതാണ് ഐഡിയ. അപ്പോൾ ഇത് ഒരു 4 മാർക്കിന് 5 മാർക്കിനൊക്കെ ചോദ്യമായിട്ട് നിങ്ങൾക്ക് ചോദ്യം പ്രതീക്ഷിക്കാം. ചിലപ്പോൾ 2 മാർക്കിൻ്റെ 3 മാർക്കിൻ്റെ ഒക്കെ ഒറ്റ ക്വസ്റ്റ്യൻ ആയിട്ടും ഈ ടോപ്പിക്കിന് ചോദ്യം വരാം കേട്ടോ. ഇനി ഞാൻ സീക്വൻസ് ആൻഡ് സീരീസിലെ 2 ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ മെയിനായിട്ട് ഡിസ്കസ് ചെയ്യാൻ വിചാരിക്കുന്നത്. ഈ കാണുന്ന ക്വസ്റ്റ്യൻ, പിന്നെ ഈ കാണുന്ന ക്വസ്റ്റ്യനും. ഈ 2 ക്വസ്റ്റ്യനും നന്നായിട്ട് വർക്കൗട്ട് ചെയ്തിട്ട് നിങ്ങൾ പോവുക മക്കളെ. സിമ്പിൾ ആണ്. ആദ്യം തന്നെ നമുക്ക് ഈ ചോദ്യം നോക്കാം. അപ്പോൾ ഇതുപോലെ ഏത് ക്വസ്റ്റ്യൻ വന്നാലും നിങ്ങൾ ആ തന്നിരിക്കുന്ന നമ്പറിൽ നിന്നും 9 പുറത്തെടുക്കുക. എന്നിട്ട് ആ തന്നിരിക്കുന്ന നമ്പർ നമുക്ക് എന്താക്കാം, 9A+,
99 പ്ലസ് 999 പ്ലസ് എക്സെട്ര ഇങ്ങനെ എഴുതാം. കാരണം എന്താ, ഈ 9 9 വെട്ടിപ്പോയാൽ 8, 99 9 വെട്ടിപ്പോയാൽ എത്ര കിട്ടും? 11. 11 × 8 എത്ര? 88. അപ്പോൾ ഇതേ ക്വസ്റ്റ്യൻ 7 ആണെങ്കിൽ 7/9, 6 ആണെങ്കിൽ 6/9, 9 ആണെങ്കിൽ 5 ആണെങ്കിൽ 5/9. അപ്പോൾ നമുക്ക് ആൻസറായി 9 നമുക്ക് എന്ത് ചെയ്യാം? 10 നിന്ന് 1 കുറയ്ക്കാം. 99 നമുക്ക് 100 നിന്ന് 1 കുറയ്ക്കാം. 999 നമുക്ക് 1000 നിന്ന് 1 കുറയ്ക്കാം. ഇങ്ങനെ അങ്ങ് പോകും. ഓക്കെ, ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ സിമ്പിൾ ആണ്, ശ്രദ്ധിച്ചോ. 8/9 × 10ന്റെ ടേമിനൊക്കെ ഒരുമിച്ച് ചെയ്താൽ 10, 10 സ്ക്വയർ, 10 ക്യൂബ് എക്സെട്ര. എന്നിട്ട് -1നൊക്കെ ഒരുമിച്ച് ചെയ്താൽ -1 -1 -1, ആ മൈനസ് പുറത്തെത്താൻ തന്നിട്ട് -1 + 1 + 1 + എക്സെട്ര. ഓക്കെ, സോ ഈ കാണുന്നത് ഒരു ജോമെട്രി പ്രോഗ്രഷൻ ആണ്. GP 10, 10, 100, 1000. അപ്പോൾ നമുക്കറിയാം ഇതിന്റെ സമ്മ് കാണാൻ ഒരു പണിയില്ല. Sn = A × r⁻n−1 / r−1. ഇതാണ് ഇക്വേഷൻ. A എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടേം, R എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ടേം ഡിവൈഡഡ് ബൈ ഫസ്റ്റ് ടേം, കോമൺ റേഷ്യോ അവിടെ കൊടുക്കുക. Sn = A എന്ന് പറഞ്ഞാൽ 10 × r⁻n−1 ഡിവൈഡ് ബൈ 10 - 1 9. സോ ഈ കാണുന്ന ഉത്തരം ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. 8/9 × 10/9 ഡിവൈഡ് ബൈ 10/9 × 10⁻n−1 -1 + 1 + 1 + n ആണ് വരിക. എത്രത്തോളം വരുന്നുണ്ടോ അത്രത്തോളം, അപ് ടു n ടൈംസ് ആണ്. സോ ഈ കാണുന്ന ഉത്തരം ഇവിടെ വരെ എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫുൾ മാർക്കാണ്. ഇത്രേ ഉള്ളൂ ഈ കാണുന്ന ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാം. ഇതേ ചോദ്യം 7 ആണ് വന്നതെങ്കിൽ ഇവിടെ മാത്രങ്ങൾ മാറ്റിയാൽ മതി. ഇതിൻ്റെ ഉള്ളിൽ ഇതൊക്കെ സെയിമാ. എല്ലാ ചോദ്യത്തിലും ഈ കാണുന്ന സ്റ്റെപ്പ് സെയിം, ഇവിടെ മാത്രം മാറ്റി കൊടുക്കാം. ഓക്കെ, സോ ഐഡിയ ക്ലിയർ ആണെന്ന പ്രതീക്ഷയോടുകൂടി ഞാൻ അടുത്തൊരു ചോദ്യത്തിലേക്ക് അടക്കാണ്. ഈ കാണുന്ന ക്വസ്റ്റ്യൻ മകളെ, ഇതുപോലെ സമ്മും തന്നു പ്രൊഡക്റ്റും തന്നു, മാറിപ്പോകരുത്. സമ്മും തന്നു പ്രൊഡക്റ്റും തന്നു നിങ്ങൾ ചെയ്യേണ്ടത് ഫസ്റ്റ് ടേമിനെ A/R എന്നും സെക്കൻഡ് ടേമിനെ A എന്നും തേർഡ് ടേമിനെ AR എന്നും എടുക്കാം. A/R × R എന്ന് പറഞ്ഞാൽ എന്താ? A ആണ്. അതാണ് സെക്കൻഡ് ടേം A വന്ന്. A × R എന്ന് പറഞ്ഞാൽ AR. അപ്പൊ ഇതിന്റെ സം എത്ര വന്നിട്ടുണ്ട്? സം = സിമ്പിൾ ആയിട്ട് 13/12 തന്നിട്ടുണ്ട്. പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? A/R × A × AR ദാറ്റ് ഈസ് -1. അപ്പൊ ഞാൻ ഏതൊക്കെ വെട്ടിപ്പോവും? അടിയുള്ള 6 6. അപ്പൊ A³ = -1 ആണെങ്കിൽ A എന്ന് പറഞ്ഞാൽ എത്രയ്ക്കടാ? ക്യൂബ് റൂട്ട് ഓഫ് -1 ദാറ്റ് ഈസ് -1. ക്യൂബ് റൂട്ട് ഓഫ് -1 പോസിബിൾ ആണ്, സ്ക്വയർ റൂട്ട് ഓഫ് -1 പോസിബിൾ അല്ല, കോംപ്ലക്സ് നമ്പർ വരും. ഓക്കെ, സോ ഇത്രയും ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഈ കാണുന്ന A നമ്മൾ ഇവിടെ കൊടുക്കാൻ പോവാണ്. എന്റെ വാല്യൂ -1/R പ്ലസ് -1 × R = 13/12. അപ്പൊ നമ്പറിനെ ഒരു സൈഡ് കൊണ്ടുപോയാൽ -1 ഈ കാണുന്ന ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാം. -1 × 1 -1 R × R -R² ഡിവൈഡ് ബൈ 1 × R = 13/2. ഈ -1നെ ഈക്വൽ അങ്ങോട്ട് എന്താ? +1. 13/12 +1. അപ്പം -R² -1 = R × ഇതിനെ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ 13 + 12 25/12. ഓക്കെ, ഈ കാണുന്ന ബൈ ആറിനെ ഈക്വൽ അങ്ങോട്ട് ഉണ്ട്. അപ്പൊ ഇത്രയും കിട്ടിയെന്ന് വിചാരിക്കുന്നു. സോ ഇതിനെ നമുക്ക് ഇനി എന്ത് ചെയ്യാം? ഈ /12 വേണമെങ്കിൽ ഇങ്ങോട്ട് കൊണ്ടുവരാം. ഈ /12 ഈക്വൽ കൊണ്ട് എന്തായി? 12 × -R² -1 = 25R അങ്ങനെ കിട്ടും. ഓക്കെ, ഇതിനങ്ങോട്ട് കൊണ്ടുവന്നു, ഇതിനവിടെ വെച്ചു. ഇനി ഇതിനൊന്ന് വൃത്തിയിൽ എഴുതുകയാണെങ്കിൽ നമുക്ക് ഈ -12R² അങ്ങോട്ട് ഉണ്ടായാൽ +12R². എന്താ ചെയ്തത്? +12R². -12 അങ്ങോട്ടാൽ +12. 25R + 12 = 0. ഓക്കെ, അതായത് -12 × -R² -12R². അതിനങ്ങോട്ടാൽ +12R². 12 × -1 -12 -12 അങ്ങോട്ടാൽ +12. അപ്പോൾ ഇതെന്തായി? -b ± ആയി. -b ± √b² -4 × A × C/2n. സോ -25 ± √625 -4 × 12 × 154. 4 × 154 എത്രടാ? 4 × 144 576 /24. അപ്പൊ നമുക്ക് എന്ത് കിട്ടടാ? -25 ± √49 കിട്ടും അല്ലെ? √49/24. അതായത് -25 ± √49 7 ആണ് /24. ദാറ്റ് ഈസ് ഇക്വൽ ടു എത്രടാ? -25 + 7 ദാറ്റ് ഈസ് -18
by 24 or minus 25 minus 7 minus 32 by 24. അപ്പോൾ എത്ര കിട്ടടാ? നമുക്ക് 3 കൊണ്ട് കട്ടിയാൽ minus 3 by 4 or minus 4 by 3. ഇവിടെ 8 കൊണ്ട് കട്ടിയാൽ 8 4 32 8 3 24. ഈ രണ്ടിൽ ഏതെങ്കിലും ഒരു ഉത്തരം കിട്ടും. ഇത് വെച്ചുകൊണ്ട് നിങ്ങൾക്ക് a ഈക്വൽ ടു -1 r ഈക്വൽ ടു -3 by 4. അപ്പോൾ ഇത് വെച്ചാൽ ഈ കാണുന്ന വാല്യൂസ് ഇവിടെ അപ്ലൈ ചെയ്താൽ നിങ്ങൾക്ക് ഒരു ഉത്തരം കിട്ടും. ഈ കാണുന്ന 3 ടൈപ്പ് a എന്താണ്, ar എന്താണ്, a by r എന്താണ് നിങ്ങൾക്ക് കിട്ടും. അതേ ഉത്തരം നിങ്ങൾക്ക് ഇവിടെയും കൊടുത്താൽ കിട്ടും. a ഈക്വൽ ടു 2 കേസായിട്ട് ആൻസർ ചെയ്താൽ a ഈക്വൽ ടു -1 r ഈക്വൽ ടു -4 by 3. ഈ 2 കേസ് വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ആൻസർ ചെയ്യുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ഉത്തരം 3 by 4 -1 -4 by 3. ഒന്ന് നിങ്ങൾക്ക് കിട്ടുന്നത് 4 by 3 -1 ആ രീതിയിലുള്ള ഉത്തരം വേണം ഞാൻ ഇപ്പോൾ കാണിച്ചത്. ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം. a by r എന്ന് പറഞ്ഞാൽ -1 by -3 by 4 ദാറ്റ് ഈസ് 4 by 3 എന്ന് പറഞ്ഞാൽ -1 -3 by 4. ഇത് അതേപോലെ തന്നെ 3 by 4 -1 -4 by 3 ആ രീതിയിലുള്ള ഉത്തരം നിങ്ങൾക്ക് ഇവിടെയും കിട്ടും. അപ്പോൾ ഈ 2 ക്വസ്റ്റ്യൻസ് ഇമ്പോർട്ടൻ്റ് ആണ്, ചെയ്താൽ പോകരുത്. സോ ലാസ്റ്റ് ആൻഡ് ഫൈനൽ സ്ട്രേറ്റ് ലൈൻസ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ ഞാൻ 2 ക്വസ്റ്റ്യൻ ആണ് ഡിസ്കസ് ചെയ്യാൻ വിചാരിക്കുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയ 2 ക്വസ്റ്റ്യൻസ് ആണ് മക്കളെ, ശ്രദ്ധിച്ചോളൂ. ഈ ടോപ്പിക്കിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ എന്തായാലും പ്രതീക്ഷിക്കാം. ദ സ്ലോപ്പ് ഓഫ് ദി ലൈൻ പാസിംഗ് ത്രൂ ദി പോയിന്റ്സ് 2,5 ആൻഡ് -3,6. വളരെ സിമ്പിൾ ആണ്. 2 പോയിന്റ് എന്നൊരു സ്ലോപ്പ് കാണാൻ പറഞ്ഞാൽ y2 - y1 by x2 - x1 1 by -5. അടുത്ത ചോദ്യമാണ് വളരെ ഇമ്പോർട്ടന്റ്. ഈ രീതിയിലുള്ള ക്വസ്റ്റ്യൻ എന്തായാലും പ്രതീക്ഷിച്ചോ. ഫൈൻഡ് ദി ഇക്വേഷൻ ഓഫ് ദി ലൈൻ. ഒരു വരയുടെ ഇക്വേഷൻ കണ്ടെത്തണം. പാസിംഗ് ത്രൂ ദി പോയിന്റ് -3,5 -3,5 കടന്നു പോകുന്നുണ്ട്. ആൻഡ് പെർപെൻഡിക്കുലർ ടു ദി ലൈൻ. ഈ കാണുന്ന വരക്ക് പെർപെൻഡിക്കുലർ ആണ്. ആ പെർപെൻഡിക്കുലർ വരകൾ കടന്നു പോകുന്ന പോയിന്റ് 2,5 -3,6 തന്നിട്ടുണ്ട്. ഒരു ഏകദേശം ചിത്രം വരയ്ക്കുക. ഈ ഒരു ഐഡിയ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മകളെ ശ്രദ്ധിച്ചോളൂ. നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ഈ കാണുന്ന വരയുടെ ഇക്വേഷനാണ്. 2,5 -3,5 6 വെച്ചുകൊണ്ട് നമ്മൾ ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ട്, ആ കാണുന്ന വരയുടെ സ്ലോപ്പ് കണ്ടുപിടിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ കാണുന്ന വരയുടെ സ്ലോപ്പ് എത്രയാണ്? ദാറ്റ് ഈസ് -1 by 5 ആണ്. അപ്പോൾ ഈ കാണുന്ന വരയുടെ സ്ലോപ്പ് എന്തായിരിക്കും? തിരിച്ചു ചെയ്താൽ -1 by 5 തിരിച്ചാൽ 5 by -1 ആണ്. അപ്പോൾ ഈ കാണുന്ന വരയുടെ സ്ലോപ്പ് എത്രയാണ്? 5 ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ കണ്ടുപിടിക്കേണ്ട വരയുടെ സ്ലോപ്പ് 5 കിട്ടി. -1 by 5 തിരിച്ചു ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഒരു പോയിന്റും കിട്ടി, സ്ലോപ്പും കിട്ടി. ഒരു പോയിന്റും സ്ലോപ്പും. സോ വളരെ സിമ്പിൾ ആണ്. y - y1 by x - x1 is equal to സ്ലോപ്പ്. ഓക്കെ, അപ്പോൾ ഈ കാണുന്ന വരയുടെ നേരെ നെഗറ്റീവ് റെസിപ്രോക്കൽ ആയിരിക്കും സ്ലോപ്പ് ഉണ്ടാവുക. അപ്പോൾ എന്തായി? സോ y - 5 is equal to 5x + 15. സോ 5x - y + 20 equal to 0. ഇതാണ് ഇതിൻ്റെ ആൻസർ. ഓക്കെ, സംഭവം സിമ്പിൾ ആണ്, അറിയെങ്കിൽ പവർഫുൾ ആണ്. സോ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഒറ്റ ക്വസ്റ്റ്യൻ ചെയ്തുകൊണ്ട് നമ്മളെ ക്ലാസ് അവസാനിപ്പിക്കുകയാണ് മക്കളെ. ഈ വീഡിയോ നിങ്ങൾ മാക്സിമം എല്ലാ ഫ്രണ്ട്സിനും അയച്ചു കൊടുക്കണം. കുറച്ച് കഷ്ടപ്പെട്ടെടുക്കുകയാണ്, നോമ്പൊക്കെ നോക്കിക്കൊണ്ടാണ് ഈ വീഡിയോ എടുക്കുന്നത്. അത് എന്തിനാണെന്ന് വെച്ചാൽ പറ്റുന്ന അത്രയും +1 കുട്ടികളിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ്. അത് നിങ്ങളുടെ ഒരു ഷെയർ അത് ഭയങ്കര സഹായമാവും. കാരണം നിങ്ങൾക്ക് മാത്രം മാർക്ക് കിട്ടിയാൽ പോരെ, നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സിനും കിട്ടണ്ടേ. അപ്പോൾ അതുകൊണ്ട് നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ മതി കേട്ടോ. മനസ്സിലായിട്ടില്ലെങ്കിൽ ഷെയർ ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല. ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക. എല്ലാ ഫ്രണ്ട്സിനോട് വരാൻ പറയാം. നമ്മുടെ സൈലത്തിൻ്റെ മാരത്തോണിലേക്ക് വരാൻ പറയാം. മക്കളെ ശ്രദ്ധിച്ചു. ഫൈൻഡ് ദ കോർഡിനേറ്റ്സ് ഓഫ് ദി ഫൂട്ട് ഓഫ് പെർപെൻഡിക്കുലർ എന്ന് പറഞ്ഞ ഒരു ക്വസ്റ്റ്യൻ. അതായത് ഒരു ഫൂട്ട് ഓഫ് പെർപെൻഡിക്കുലർ. എന്താ ഫൂട്ട് ഓഫ് പെർപെൻഡിക്കുലർ എന്നാ? ഒരു വര ഫ്രം ദി പോയിന്റ് -1,3 ടു ദി ലൈൻ 3x. അതായത് -1,3 എന്ന് പറയുന്ന പോയിന്റിൽ നിന്നും 3x - 4y - 16 = 0 എന്ന് പറയുന്ന വരയിലേക്കുള്ള ഫൂട്ട് ഓഫ് പെർപെൻഡിക്കുലർ. അതായത് ഈ കാണുന്ന പോയിന്റാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ആദ്യം ഞാൻ പറയട്ടെ, ഇതിന് ഞാൻ a, b ഇട്ടാൽ ഈ കാണുന്ന വരയിലെ ഒരു പോയിന്റാണ് a, b. അത് ഇതിനെ സാറ്റിസ്ഫൈ ചെയ്യും. സോ നമുക്ക് നേരെ ഇതിൽ കൊടുക്കാം 3a - 4b - 16 = 0. ഇത് ഇക്വേഷൻ നമ്പർ 1. ഇനി ഈ കാണുന്ന വരയുടെ സ്ലോപ്പ് കാണാൻ m1 = -a by b ആണ്. -3 by -4 ദാറ്റ് ഈസ് 3 by 4 ആണ്. അപ്പോൾ m2 തന്നെ എന്തായിരിക്കും? m2 തന്നെ അതിനെ തിരിച്ചു ചെയ്താൽ -4 by 3. നമുക്കറിയാം 2 പോയിന്റ് എന്ന സ്ലോപ്പ് കാണാൻ നമുക്കറിയാലോ. ദാറ്റ് ഈസ് y2 - y1 b - 3 x2 - x1 a + 1 ഈക്വൽ ടു ഓൾറെഡി നമുക്കറിയാം അതിൻ്റെ സ്ലോപ്പ്. ഓക്കെ, അപ്പോൾ ഈ കാണുന്ന 2 പോയിന്റ് കിട്ടിയാലും സ്ലോപ്പ് കണ്ടുപിടിക്കുക. ഈ സ്ലോപ്പ് നമുക്കറിയാം. അപ്പോൾ രണ്ടുകൂടി ഇക്വേറ്റ് ചെയ്താൽ പുതിയൊരു ഇക്വേഷൻ കിട്ടും. 3 × b - 3 ദാറ്റ് ഈസ് 3 × b - 3b - 9 ഈക്വൽ ടു 4 × -4 × a + 1 ദാറ്റ് ഈസ് -4a - 1. ഇതിനെല്ലാത്തിനും ഒരു സൈഡിൽ കൊണ്ടുവന്നാൽ 4a + 3b -4 കൊണ്ടുവന്നാൽ +4 -5 = 0. ഇത് രണ്ടാമത്തെ ഇക്വേഷൻ. അപ്പോൾ ഞാൻ എന്താ ചെയ്തത്? ഈ കാണുന്ന വരയിലെ കടന്നു പോകുന്ന പോയിന്റിനെ ഇതിൽ കൊടുത്താൽ ഒരു ഇക്വേഷൻ കിട്ടി. ഈ കാണുന്ന വരയുടെ സ്ലോപ്പും ഈ കാണുന്ന 2 പോയിന്റ് സ്ലോപ്പും വെച്ചാലും നമുക്ക് എന്ത് കിട്ടും? ഒരു ഇക്വേഷൻ കിട്ടും. ഇനി ഒരു പണിയില്ല, ഇത് രണ്ടുകൂടി സോൾവ് ചെയ്ത ആൻസർ ആണ്. ഏതൊക്കെ ഇക്വേഷൻ?
ഒന്ന് 4a + 3b - 5 = 0. 4a + 3b - 5 = 0. രണ്ടാമത്തെ ഏതാണ്? 3a - 4b - 16 = 0. ഇവിടെ എക്സ് രണ്ടും സെയിം അല്ല, അല്ലെങ്കിൽ എ രണ്ടും സെയിം അല്ല, ബി രണ്ടും സെയിം അല്ല. അപ്പൊ ഞാൻ ഇതിന് എന്ത് ചെയ്യുന്നു? ഈ കാണുന്ന 4നെ ഞാൻ 3 കൊണ്ട് മൾട്ടിപ്ലൈ എന്ത് കിട്ടും? ഇൻറ്റു 3. 12a + 9b - 15 = 0. ഇതിനെ ഞാൻ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പൊ എന്ത് കിട്ടും? 4 × 3 12a - 16b - 64 = 0. അപ്പൊ നമുക്ക് മനസ്സിലായി 12a ഇത് രണ്ടും കൂടി സബ്സ്ട്രാക്ട് ചെയ്താൽ എന്ത് കിട്ടും? ആൻസർ കിട്ടും. 0 - 0. ഇതിനെ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഈ 0 ഒഴിവാക്കിയിട്ട് -16 = 15 = 0 ഈക്വൽ ടു 15 ഇതാ അല്ലേ. -15 = 0 എന്ന് പറയുന്നതും -15 അങ്ങോട്ട് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞത് എന്താണ്? ഈക്വൽ ടു 15 എന്ന് പറഞ്ഞാൽ സെയിം ആണ്. സോ ഇത് രണ്ടും കൂടി ഞാൻ സബ്സ്ട്രാക്ട് ചെയ്യാണ്. 15 × 64 വെച്ചാൽ -49. 9b - അതായത് 25b. ഓക്കെ, 12a - 12a 0. അപ്പോൾ നമുക്ക് ബിന്റെ വാല്യൂ കിട്ടും -49/25 ആണ്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്റെ ബിന്റെ വാല്യൂ ആണ്. അപ്പോൾ ബിന്റെ വാല്യൂ കിട്ടി. ഇത്ര ചെയ്താൽ തന്നെ 4 മാർക്കിൽ 3 മാർക്ക് കഴിഞ്ഞു. ഇനി ബിന്റെ വാല്യൂ എന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ ഒരു പണിയുമില്ല. ഈ കാണാൻ എവിടെയെങ്കിലും ഒരു എന്റെ വാല്യൂ എടുത്താൽ മതി. സോ 4a = 3b - 5 അല്ലേ, -3b + 5. a = -3b + 5 / 4. അപ്പോൾ ഈ കാണുന്ന ബിന്റെ പൊസിഷൻ നിങ്ങൾ എന്ത് കൊടുക്കുക? ഈ കാണുന്ന വാല്യൂ കൊടുക്കുക, എന്റെ വാല്യൂ കണ്ടുപിടിക്കുക. അത് നിങ്ങൾ കമന്റ് ചെയ്യുക. ഇതിന് ആൻസർ എനിക്ക് തോന്നുന്നത് 63/25 അങ്ങനെ എന്തോന്നാണ് വരുന്നത്. എന്തായാലും നിങ്ങൾ ആൻസർ കമന്റ് ചെയ്യുക. ഇന്നത്തെ ക്ലാസ് നല്ല കിടിലൻ ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്തത്. എന്തായാലും ഇതിനെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റ് ചെയ്യാൻ മറക്കരുത്. സോ കൂടുതൽ ഉപകാരപ്രദമായുള്ള വീഡിയോകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം മക്കളെ. നിങ്ങൾ അടിപൊളിയായിട്ട് പഠിക്കുക. വിഷ് യു ഓൾ ദി ബെസ്റ്റ് പറഞ്ഞുകൊണ്ട് ഇറ്റ്സ് മീ ഷാഹിദ് റംസാൻ ഫ്രം സൈലന്റ് ലേണിംഗ്. ബൈ.